ഭാനുവിന്റെ ഭർത്താവ് രണ്ടാമത് കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ അവൾ അവന്റെ പേരിൽ മെയിൻ്റനൻസ് ചാർജ് കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ കോടതി കയറി ഇറങ്ങുന്നതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് അവൾക്ക് സാധനങ്ങൾ കൊടുക്കാതെയായി അവൾ പട്ടിണിയിലേക്ക് പോവാണ്. ആ സമയത്ത് അബ്ബാസിന്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള സിറയാണ് അവൾക്ക് സാധനങ്ങളെല്ലാം കൊടുത്ത് സഹായിക്കുന്നത്. ഒരു ദിവസം ഭാനുവിന്റെ അമ്മ അബ്ബാസിന്റെ വീട്ടിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നത് അബ്ബാസിന്റെ ഉമ്മയായിരുന്നു. ഭാനുവിന്റെ ഉമ്മ പറയാണ് ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ് ഭാനുവിനൊന്ന് ഫോൺ കൊടുക്കുന്നത്. എന്നാൽ അബ്ബാസിന്റെ ഉമ്മ ദേഷ്യത്തോടുകൂടി അവളെ ഞാൻ ഈ ഒരു പടി ചവിട്ടിപ്പിക്കില്ലാന്നും നിങ്ങൾ ഇനി നിങ്ങളുടെ മകളെയും ചോദിച്ച് മേലാൽ ഇങ്ങോട്ട് വിളിക്കരുതെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവളുടെ ഉമ്മ വിളിച്ചിരുന്നത് അവളുടെ ബാപ്പയുടെ മരണ വാർത്ത പറയാനായിട്ടായിരുന്നു. ഇത്ര കാലം ഭാനുവിന്റെ ബാപ്പയാണ് അവൾക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായി കൂടെ ഉണ്ടായിരുന്നത്. ബാപ്പയുടെ മരണ വാർത്ത അറിഞ്ഞ ഭാനുവും ആകെ തകർന്നു പോകുന്നുണ്ട്. അവളുടെ ഹൃദയം നിന്ന് പോയ ഫീൽ ആയിരുന്നു അവൾക്ക്. പള്ളിയിലെ ബാപ്പയുടെ ഖബർ അടക്കുന്ന സമയത്ത് അബ്ബാസ് അവിടേക്ക് വരുന്നുണ്ട്. തന്റെ മക്കളെല്ലാവരും ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് കണ്ട അബ്ബാസ് മൂത്ത മകനെ സമാധാനിപ്പിക്കാനായി തോളിൽ കൈ വെച്ചതും ദേഷ്യത്തോടുകൂടി ആ ഒരു മൂത്ത മകൻ അബ്ബാസിന്റെ കൈ തട്ടിയതിനു ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അബ്ബാസിനും വല്ലാത്ത വിഷമം തോന്നാണ്. അബ്ബാസ് നേരെ ഭാനുവിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു വാപ്പയായ ഞാൻ ഏറ്റവും പരാജയപ്പെട്ട നിമിഷമാണ് ഇതെന്നും എന്റെ മകൻ എന്റെ കൈ തട്ടിയിട്ടോണ്ടാണ് അവിടെ നിന്ന് പോയത്, അവൻക്ക് ഇത്ര എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അബ്ബാസിന് ഇപ്പോൾ ഭാനുവിനോട് ഒരു ചെറിയ കരുണയും ദയവും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനോടകം തന്നെ ഇവരുടെ ഈ ഒരു കേസ് വലിയൊരു വിപ്ലവം തന്നെ ആയിട്ടുണ്ടായിരുന്നു. ആൾക്കാരെല്ലാവരും വല്ലാത്ത ചർച്ചാ വിഷയമാക്കി എടുത്തേക്കാണിത്. ഇനി എങ്ങാനും അബ്ബാസ് ഭാനുവിന്റെ ആ ഒരു ആവശ്യം നിറവേറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ അഭിമാനത്തിന് വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇപ്പൊ അബ്ബാസ് കോടതിയിൽ കേസ് വാദിക്കാനായിട്ട് പോവാണ്. അല്ലാതെ ഇപ്പൊ പ്രത്യേകിച്ച് അബ്ബാസിന് ഭാനുവിനോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അബ്ബാസും വാദിച്ച് അവസാനം ഈ ഒരു മെയിൻ്റനൻസ് ചാർജ് വെട്ടിക്കളയുന്ന രൂപത്തിൽ വിധി വരുന്ന രൂപത്തിൽ എത്തുന്നുണ്ട്. ആ ഒരു സമയത്ത് ഭാനു എഴുന്നേറ്റ് നിന്ന് പറയാണ് ഞാൻ ഈ ഒരു കേസിന്റെ പിന്നാലെ വർഷങ്ങളായി നടക്കുന്നു. ഒരുപാട് പേരുടെ മുന്നിൽ ഞാൻ നാണം കെട്ട് നിന്നിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ അപമാനിച്ച് വിട്ടിട്ടുണ്ട്. ആ ഒരു സമയത്തെല്ലാം ഞാൻ ഇത് ഉപേക്ഷിച്ചാലോ എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ടെങ്കിലും എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കേസ് നടത്തിയത്. എനിക്ക് 2 ആൺകുട്ടികളാണ് ഉള്ളത്. നാളെ മേലാക്ക 2 ആൺകുട്ടികൾ അവർ കെട്ടിക്കൊണ്ട് വരുന്ന പെൺകുട്ടികളോട് ഇങ്ങനെ ചെയ്യാണെന്ന് വെച്ചാൽ എന്താണ് ചെയ്യുക? അതുപോലെ എനിക്കൊരു മകളുണ്ട്. അവളുടെ ഭർത്താവ് അവളോട് ഇങ്ങനെ ചെയ്താൽ അവൾ അത് സഹിച്ചു നിൽക്കണം. അതിനെല്ലാം ഒരു പാടായിട്ടാണ് ഞാൻ ഈ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ മക്കൾക്ക് ഒരു പാഠം പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതിനൊരു നല്ല വിധി തന്നെ കിട്ടുമെന്ന് ഞാനും വിചാരിക്കുകയാണെന്ന് പറയാണ്. ഇത് കേട്ട ജഡ്ജും അവസാന വിധിയായി ഭാനുവിന് അനുകൂലമായിട്ട് തന്നെ വിധി എഴുതുന്നുണ്ട്. ഒറ്റക്ക് പോരാടി ആ ഒരു പെണ്ണ് അല്ല ആ ഒരു പെൺപുലി അവളുടെ അവകാശം വാങ്ങിയെടുക്കുന്നുണ്ട്, നേടിയെടുക്കുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.